ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് വെറൈറ്റിയും അതേപോലെ തന്നെ സിമ്പിളായിട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു പലഹാരം ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് ചക്ക വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് നമ്മുടെ പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 7 ചക്കച്ചോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും അതിൻ്റെ കുരും ആ കുരുവിൻ്റെ തൊലിയൊക്കെ മാറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മുടെ ചക്കച്ചോള ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ മൂത്തിട്ടുള്ള ചക്ക വേണം കേട്ടോ ഇതിലേക്ക് എടുക്കാനായിട്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരല്പം ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചക്ക വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഒരു ഹൈ ഫ്ലെയിമിലിട്ട് 3 വിസിൽ വരുന്നത് വരെയാണ് നമ്മളിതിനെ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചക്ക വെന്ത് വരുന്ന ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു അല്പം ഉപ്പും കളറിനായിട്ടും അതുപോലെ തന്നെ കുറച്ച് എരിവിനും വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. അത് വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള അരിപ്പൊടി എടുക്കാം. 1 കപ്പ് പൊടിയിലേക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടിയുടെ അളവൊക്കെ കൂട്ടിയെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളവും വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സാധാരണ നമ്മൾ പത്തിരിക്കൊന്ന് പൊടി വാട്ടിയെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നല്ല ഉടച്ചെടുത്തിട്ടാണ് ഞാനിപ്പോൾ അവിടെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വെള്ളം കുറഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ചൊരു ലൂസായിട്ടുള്ള ആ ഒരു രീതിയിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ പൊടി ഞാനിവിടെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം കൂടെ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഇതേ രീതിയിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ചൂടാറി പോകരുത് കേട്ടോ. അതിന് മുന്നേ തന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റോളം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ബാക്കി കാര്യങ്ങൾ ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഇതിലേക്ക് പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സവാളയുടെ 1/4 ഭാഗത്തോളം മാത്രമാണ് കേട്ടോ ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ചപ്പും കറിവേപ്പിലയും അതുപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും 1/2 ടീസ്പൂണിനടുത്ത് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ നല്ല ജീരകവും കൂടെ ചേർത്ത് ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ജീരകത്തിൻ്റെ ഒക്കെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു നല്ല ടേസ്റ്റാണ്. ഇനി നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചക്ക നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ള ചക്കയിൽ നിന്ന് ആ ഒരു വെള്ളമൊക്കെ ഊറ്റി മാറ്റിയതിന് ശേഷം ചക്ക നല്ലപോലെ ഉടച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ചൂടോട് കൂടെ തന്നെയാണ് കേട്ടോ ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് തണുത്ത് പോയതിന് ശേഷം മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് അതിൻ്റെ ഒരു സ്ട്രക്ചറൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ചൂടോട് കൂടെ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതുപോലെ ഒരു പലകയിലോ അല്ലെങ്കിൽ ഒരു നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന ആ ഒരു കല്ലിലോ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മാവിൽ നിന്ന് പകുതി ചേർത്ത് കൊടുത്ത് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സൈഡൊക്കെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓവറായിട്ട് കട്ടിയില്ലാതെ അതുപോലെ തന്നെ ഒരുപാട് തിന്നും ആവാത്ത ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ ഇതുപോലെ പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിനെ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഈ ഒരു മെത്തേഡിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം എന്നില്ല. സ്ക്വയർ പീസായിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിനിപ്പോൾ അവിടെ ഒരു 8 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പിസ്സ കട്ടർ യൂസ് ചെയ്തിട്ടൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കത്തിയിലൊക്കെ കുറച്ചൊന്ന് വെളിച്ചെണ്ണാക്കി കൊടുത്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അത് ചെറുതായിട്ട് ആ ഒരു ഒട്ടി പിടിക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു കട്ടിയിലാണ് ഞാനിപ്പോൾ അവിടെ പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം പരത്തിയിട്ടുള്ള ഈ ഒരു പീസെല്ലാം തന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അധികം ഒട്ടിപ്പിടിക്കുന്നില്ല, എന്നാലും ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഒരൊറ്റ കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പലഹാരം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അടുത്തതും ഇതേ ഒരു രീതിയിൽ തന്നെ നല്ലപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഞാൻ ഇതിനെയും വീണ്ടും ഒന്ന് 8 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഓയിലൊക്കെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആവിയിൽ വേവിച്ചിട്ടും ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ അരിപ്പൊടിയും കാര്യങ്ങളൊക്കെ വെന്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം പാനിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ഒരു ടേസ്റ്റ് ആവും. അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റായിട്ട് തന്നെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്.
അപ്പോൾ നമ്മുടെ പലഹാരമൊക്കെ മുങ്ങിക്കിടക്കുന്ന ആ ഒരു രീതിയിൽ ഓയിൽ ഒഴിച്ചിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പാനിലിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം ഓൾറെഡി നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഫില്ലിങ്ങൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതിനെ കുക്ക് ചെയ്തെടുക്കരുത്. അപ്പോൾ ആ ഒരു സമയത്ത് എണ്ണ കുടിക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതിനെ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു സൈഡൊന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് അടുത്ത സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് സമയം കുഴച്ച് പരത്തി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ അതാ ഞാൻ രണ്ട് സൈഡും കൂടെ നല്ല രീതിയിലൊന്ന് മൊരിയിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ പാനിൽ നിന്നും മാറ്റി കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ പലഹാരമൊന്നും ഒരുപാട് അങ്ങനെ എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ പാനിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണയുടെ അളവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ സെയിം രീതിയിൽ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ കുട്ടികൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. ഇതുപോലെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ചേരുവകൾ മാത്രം ചേർത്തുകൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് പലഹാരത്തിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അത് ബാക്കിയുള്ളതെല്ലാം തന്നെ ഇതേ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടുള്ള നമ്മൾ അടിപൊളി പലഹാരം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാനുള്ള ഭംഗി മാത്രമല്ല കേട്ടോ, നമുക്ക് കഴിക്കാനായിട്ട് നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ചൂടോട് കൂടെ തന്നെ കഴിക്കണം, അപ്പോഴാണ് കുറച്ചുകൂടെ നല്ല ഒരു ടേസ്റ്റ്. അപ്പോൾ ചക്ക വെച്ചിട്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. പിന്നെ നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കേ.